നമസ്തേ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾ രാവിലെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചിന്തകളോടുകൂടെ ദിവസം തുടങ്ങുക. നമ്മുടെ രാവിലത്തെ ചിന്ത ഏറ്റവും നന്നായെങ്കിൽ മാത്രമേ അതിന്റെ എനർജി നമുക്ക് ആ ദിവസത്തെ ഫുള്ളായിട്ട് വൈകുന്നേരം വരെയും കിട്ടുള്ളൂ. അതേപോലെ രാത്രി കിടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ചിന്തയായിരിക്കും നാളെ രാവിലത്തേക്ക് നമുക്കൊരു നല്ല ദിവസം തരുന്നത്. അപ്പൊ അതുകൊണ്ട് കിടന്ന് ഉറങ്ങുമ്പോഴും എല്ലാവരും നല്ല ശുഭചിന്തയോടുകൂടെ കിടന്നുറങ്ങുക. കാരണം അതാണ് നമുക്ക് അടുത്ത ദിവസത്തെ എനർജി. അല്ലാതെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് രാത്രി നേരത്തെ ആലോചിച്ച് കരഞ്ഞ് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസവും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും നമുക്ക് അനുഭവിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. 2 കാർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് രുദ്ര ഒറാക്കിൾ കാർഡ്, ഒന്ന് ആദാ ഒറാക്കിൾ കാർഡ്. ഇതിൽ രണ്ടിലും വരുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി എന്തൊക്കെ കാർഡുകളാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സല്ലാപം, അനുരാഗം, നല്ല ലവ് എനർജി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാർഡുകളാണ്. സംശയം, ബുദ്ധിമുട്ട്, ഓർമ്മകൾ, അഭിനിവേശം, പങ്കിടൽ, ഇങ്ങനെയാണ് ഇവിടെ കാർഡുകൾ വന്നിരിക്കുന്നത്. അപ്പോ ആദ്യത്തെ കാർഡ് പറഞ്ഞ സല്ലാപം. പരസ്പര സൗഹൃദം പ്രണയമായി മാറും. ഒരുമിച്ച് സ്നേഹം പങ്കുവെക്കപ്പെടുമെങ്കിലും ചില പ്രശ്നങ്ങൾ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മസ്കുലിൻ ജെൻഡറും ഒരു ഫെമിനിൻ ജെൻഡറും അല്ലെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയാം, ഒരു കടൽ തീരത്ത് നിൽക്കുന്ന ഒരു പിക്ചറാണ്. അവർ ചിലപ്പോ ഫ്രണ്ട്സ് ആയിരിക്കാം. അത് നിങ്ങളുടെ എനർജി, ഇതിപ്പോ ആരാണോ കാണുന്നത്, ഇപ്പൊ മെയിൽ ഓർ ഫീമെയിൽ ആരായാലും നിങ്ങളുടെ കൂടെ ഇപ്പൊ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി, അത് ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അത് പതിയെ പ്രണയത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പങ്കുവെക്കപ്പെടുമെങ്കിലും ചില പ്രശ്നങ്ങൾ, ഒരുമിച്ച് സ്നേഹം പങ്കുവെക്കപ്പെടുമെങ്കിലും ചില പ്രശ്നങ്ങൾ എന്തുണ്ടാക്കും, നിങ്ങൾക്ക് ഇടയിൽ ചെറിയ ചെറിയ എന്താ പറയാ ഗ്യാപ്പുകൾ അല്ലെങ്കിൽ മിസ്മാച്ച് അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വരാനുള്ള സാധ്യതയാണ്. അപ്പൊ വളരെ കെയറോട് കൂടിയിട്ട് വേണം പറയുന്ന ഓരോ വാക്കില്ലേ, നമ്മളെ വാക്കൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ പല പ്രശ്നങ്ങളും ഒഴിവായിട്ട് മാറാനായിട്ട് സാധിക്കും. നമ്മുടെ വാക്കാണ് നമ്മളെ നല്ലതും ചീത്തയാക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത കാർഡ് എന്ന് പറയുന്നത് അനുരാഗം എന്നുള്ള കാർഡാണ്. നല്ല, എനിക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു എനർജി തോന്നുന്ന ഒരു കാർഡ് അല്ലെ, കപ്പിൾ കാർഡാണ്. ഒരു ഹാർട്ട്, വളരെ മനോഹരമായ മൂൺ എന്ന് നമുക്ക് വേണമെങ്കിൽ തന്നെ പറയാം. മൂൺ ഹാർട്ട് പോലെ ഉണ്ട്. അനുരാഗം. മോശം സമയമായതിനാൽ ബന്ധത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിടുക്കം വേണ്ട, സംയമനം പാലിക്കുക, ഇല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. കാർഡ് അനുരാഗം എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും ഇവിടെ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മോശം സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് എന്താ വേണ്ടത്, ഇപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യുക, കാം ആയിട്ട് ഇരിക്കാനാ പറയണത്. ഇപ്പൊ ധൃതി കൂട്ടണ്ട. അങ്ങനെ ഇപ്പൊ അതായത് ഇതെന്താ പറയണത് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട്, ഇപ്പൊ നോ കോണ്ടാക്ടോ ലെസ് കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് കോണ്ടാക്ട് ചെയ്ത് പണി വാങ്ങി കെട്ടാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അവർക്ക് ഒരുപാട് നിങ്ങളോട് ദേഷ്യമായിട്ട് ഉള്ളതും കൂടെ പോയിട്ട് ഫുൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആയി എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അടച്ചു വെക്കപ്പെടാം. അതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന റീയൂണിയൻ ഒക്കെ ആഗ്രഹം അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരണം എന്ന് അവരെങ്ങനെയെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലും നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറഞ്ഞ സംശയം. സംശയം എന്ന് പറയുന്നത് സമൃദ്ധമായ കുടുംബ ബന്ധത്തിന് പരിവർത്തനം ആവശ്യമാണ്. സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുക, സന്തോഷം സ്വയം കണ്ടെത്തുക. അതായത് ഒരു ലേഡി, അവരുടെ ഉള്ളിൽ ഒരു പുരുഷൻ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് മെയിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്കിവിടെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ അവർ നിങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല. ഇനി തിരിച്ചാണെങ്കിൽ, നിങ്ങളൊരു ഫീമെയിൽ വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ ഇപ്പോഴും മറക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഫുള്ളായിട്ട് അദ്ദേഹത്തിന്റെ ചിന്ത മാത്രമാണ് ഉള്ളത് എന്നും ഒരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പോ നല്ല ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്താണ് ആവശ്യം, പരിവർത്തനം. കറണ്ട് പോയി, ഞാൻ വായിക്കാം. ക്ലാരിറ്റി എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ ടോർച്ച് ഓൺ ആക്കട്ടെ. അപ്പോ അത് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എന്തോ ഒരു അത് സത്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ
നിങ്ങളൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക, അത് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. സാഹചര്യങ്ങളെ വീണ്ടും അനലൈസ് ചെയ്ത് സന്തോഷം സ്വയം കണ്ടെത്തുക. അപ്പോൾ അവർ തിരിച്ചു വരും എന്നുള്ള ഓർമ്മയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ള ഓർമ്മയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അടുത്തത് ബുദ്ധിമുട്ട് എന്നുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. നിശ്ചലമായ ഭയത്തെ നീക്കം ചെയ്യുക, വിശ്രമം, ക്ഷമ എന്നിവ അത്യാവശ്യമാണ്. അതായത് ഇപ്പോൾ ഈ ഒരു കാർഡ്, ഈ രണ്ട് കാർഡും കോമ്പിനേഷൻ, നമ്മൾ കോമ്പിനേഷൻ സ്പ്രെഡ് ആണ് നോക്കാറുള്ളത്. ഇത് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക്, അതായത് അവരെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എന്താണ്, ഒരു സ്ട്രക്നെസ് ആയിരിക്കും അല്ലെ, സ്വാഭാവികമായിട്ടൊരു സ്ട്രക്നെസ് ആയിരിക്കും. അപ്പൊ അത് മാറ്റുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പേടിനെ മാറ്റുക. പിന്നെ നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം, പിന്നെ നന്നായി ക്ഷമിക്കണം എന്നുമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. അടുത്തത് ഓർമ്മകൾ. സ്നേഹം ഗൃഹാതുരത്വമായി നിലനിൽക്കുന്നു. സ്വാതന്ത്ര്യം അനുഭവിക്കാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ പലതും മനസ്സിനെ പിറകോട്ട് വലിക്കും. ഇതൊക്കെ നോക്കൂ, കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡുകൾ ഇവിടെ വരുമ്പോൾ അതിന്റെ ഒരു എനർജി ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് നമുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഗോലി അല്ലെ, നമ്മൾ പണ്ടൊക്കെ ഗോലി, ഇപ്പോഴും ഗോട്ടി എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോഴും എന്താ പറയാ, സംഭവങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. പണ്ട് നമ്മൾ ഇത് കിട്ടുന്നത് ഗോലി സോഡ പോലത്തെ ഒരു സാധനം, പണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ 90s കിഡ്സ് അങ്ങനത്തെ ആൾക്കാർക്ക്, അതിന് മുമ്പുള്ള ആൾക്കാർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് വാങ്ങിച്ച് നമ്മൾ ഗോലിയൊക്കെ കളക്ട് ചെയ്ത് കളിക്കാറുണ്ട് അല്ലേ. അതേപോലെ അതെന്താണ്, ഒരു നൊസ്റ്റാൾജിയാണ്, നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു നൊസ്റ്റാൾജിയ. അതേപോലെ തന്നെയാണ് ആ നൊസ്റ്റാൾജിയ സ്നേഹം നിലനിർത്തുന്നു എന്നാ പറയുന്നത്. സ്വാതന്ത്ര്യം അനുഭവിക്കാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ പലതും നമ്മുടെ മനസ്സിനെ പിറകോട്ട്. ഇപ്പോൾ പാസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും പകുതിയിലധികം ആൾക്കാർ. അപ്പോൾ ഒരിക്കലും ആ പാസ്റ്റ് ഇനി തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞത് കഴിഞ്ഞു. ഈ നിമിഷം പോലും ഇപ്പോൾ ഈ ഒരു നിമിഷം കഴിഞ്ഞാൽ ഇല്ല, അതൊരു പാസ്റ്റായി മാറി. ബാക്കി പ്രസന്റ്, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് അതിനാണ് പറയുന്നത്. ഈ നിമിഷം ഇപ്പോൾ, ഇത് മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ. ഓക്കെ, അടുത്തത് അഭിനിവേശം എന്നുള്ള കാർഡാണ്. നോക്കൂ, ഈ 3 കാർഡുകളിൽ നിങ്ങൾക്ക് കാണാം അല്ലെ, എന്താണ്, കപ്പിൾസിന്റെ കാർഡാണ്. അപ്പൊ ഇത് കൂടുതലും കണക്ട് ചെയ്ത് വന്നിട്ടുള്ളത് നമ്മുടെ റിലേഷൻഷിപ്പ് ആയിട്ട് ഇഷ്യൂ ഉള്ള ആൾക്കാർക്കായിരിക്കും. അപ്പൊ ഇന്നത്തെ മെസ്സേജ് അങ്ങനെയാണ്. അഭിനിവേശം, പ്രണയത്താൽ പരിസരം പോലും മറന്ന കാമിതാക്കൾ ഇപ്പോൾ ശത്രുക്കളെ പോലെ അകന്നിരിക്കുന്നു. അപ്പൊ ഇതിന് കിട്ടുന്ന മെസ്സേജ് എന്താ, നിങ്ങൾ അത്രയ്ക്കും സ്നേഹിച്ച ആളുകളായിരുന്നു ഒരു കാലത്ത്, ഇപ്പോ ബദ്ധശത്രുക്കളെ പോലെ, കണ്ടാ പോലും മുൻജന്മത്തിൽ കാലങ്ങളായിട്ടുള്ള ശത്രുക്കളെ പോലെ അങ്ങോട്ട് അകന്നു മാറിയിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്കവാറും ആൾക്കാർ നോ കോണ്ടാക്ട് ആയിരിക്കും, ലെസ് കോണ്ടാക്ട് ആയിരിക്കും, തല്ലി പിരിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ ഈ കാർഡ്, ഈ റീഡിങ് കാണുന്ന ആൾക്കാർ. ഇതിപ്പോ നിങ്ങളുടെ റീഡിങ് അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് കാണരുത് കേട്ടോ. കട്ട് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്തിട്ട് വേറെ വീഡിയോയിലേക്ക് പൊക്കോളുക. അങ്ങനെയുള്ളവർ മാത്രം താഴെ നിന്ന് കമന്റ് ചെയ്യാം. പങ്കിടൽ, വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ട് മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നാ പറയുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയായിരിക്കാം, എന്നിരുന്നാലും മറ്റൊരാൾ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഈ സാഹചര്യത്തിനെ മുതലെടുത്ത് പലരും നിങ്ങൾ എന്ത് ചെയ്യും, പലരാലും നിങ്ങൾ ചൂഷണത്തിന് ഇരയാവും എന്നാ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങളെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടെങ്കിലും അത് അനക്കാതെ വെച്ച് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പൈസേനെ നിങ്ങൾ അവർക്കെടുത്ത് കൊടുക്കുമ്പോൾ ആലോചിക്കുക, എന്താണ്, നിങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക. കാരണം നിങ്ങൾ പെട്ടെന്ന് ദയാദാക്ഷിണ്യൊക്കെ കൂടുതലുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാന്നാണ് ഇന്നത്തെ മെസ്സേജ്. അടുത്ത നമുക്ക് ഏഞ്ചൽ കാർഡ് എന്താ പറയണത് നോക്കാം. രാഹു ഗ്രഹം, അടിത്തറ ഉണ്ടാക്കുക. അപ്പൊ എന്തിന്റെ ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയണത്. അപ്പോൾ നമ്മുടെ വീട് കെട്ടിപ്പൊക്കുകയാണെങ്കിൽ, വലിയ ബിൽഡിംഗ് കെട്ടിപ്പൊക്കുകയാണ്, എന്ത് ചെയ്യുകയാണെങ്കിലും അതിന്റെ ബേസ് ഉറച്ചെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് വലിയ ബിൽഡിങ്ങോ കൊട്ടാരോ ഒരു കുടിലാണെങ്കിൽ പോലും നല്ല ഉറപ്പോടുകൂടെ കെട്ടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ മൈൻഡില് നല്ല രീതിയിൽ ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് രാഹു ഗ്രഹം, ഇതിന്റെ ഗ്രഹം എന്ന് പറയുന്നത് രാഹു ഗ്രഹമാണ്. അപ്പൊ രാഹു ഗ്രഹവുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും, അവർക്ക് എന്തെങ്കിലും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇപ്പൊ ഇത് കാണുന്നത്. അടുത്തത് ബുധഗ്രഹം, ബുധൻ എന്നുള്ള ഗ്രഹം.
വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ചില ചലഞ്ചസ് നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഇന്നത്തെ ദിവസത്തെ എനർജിയാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചെറിയ ചലഞ്ചസ് ഒക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് കേതുഗ്രഹം, സ്വയം പിൻവലിയുക. അപ്പോൾ മുമ്പ് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് മാറി നിൽക്കുക എന്നാണ് പറയുന്നത്. കാരണം അതിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടും കാര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ജസ്റ്റ് ഒന്ന് വിട്ടു നിൽക്കുക. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ഭാവി ഐശ്വര്യപൂർണമാവും. എങ്ങനെ, എന്ത് ചെയ്താൽ? ഈ സ്വയം പിൻവലിഞ്ഞു മാറിയാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഏറ്റവും നല്ലതാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ചില ആൾക്കാര് എന്ത് പറഞ്ഞാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, പറഞ്ഞത് അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ പിടിച്ച സാധനം, ഇപ്പൊ കയ്യിലൊരു പക്ഷിക്കുഞ്ഞിനെ കിട്ടി അല്ലെങ്കിൽ ബട്ടർഫ്ലൈനെ കിട്ടി, നിങ്ങൾ അതിനൊന്ന് ശ്വാസം വിടാനെങ്കിലും സമയം, അത് പറന്നു പോകും, പൊക്കോട്ടെ. പക്ഷെ നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അല്ലാതെ അതിനെ ചുരുട്ടി പിടിച്ച് മടക്കി വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് അത് ചത്തുപോകും, അല്ലാണ്ട് വേറൊന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുക, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്കുള്ളത് തന്നെയാണെങ്കിൽ തിരിച്ചു തരും എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്തത് ശനിഗ്രഹം, ക്ഷമിക്കുക. വളരെ ക്ഷമയോടുകൂടെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷമ വളരെ കുറവായിരുന്നിരിക്കണം എല്ലാവർക്കും. ക്ഷമിക്കുക. ക്ഷമിക്കുന്നതിന്റെ ഏറ്റവും വലിയ മഹത്തായ ഒരു ഇത് ഞാൻ ഇന്ന് വായിച്ചതാണ്. നിങ്ങളെ ചതിച്ച, വഞ്ചിച്ച, പറ്റിച്ച, അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയാ ബുദ്ധിമുട്ടിച്ച ആൾക്കാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ക്ഷമിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്യാത്തതും ഞാൻ അവരെ ക്ഷമിക്കില്ല അല്ലെ, അങ്ങനെയുള്ള രീതി. പക്ഷെ അവരെ ക്ഷമിക്കുമ്പോൾ അതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. കാരണം ക്ഷമിക്കുക ദൈവികമാണ് അല്ലെ, മറക്കുക മാനുഷികം, ക്ഷമിക്കുക ദൈവികം. അപ്പൊ നിങ്ങൾ അവിടെ ദൈവത്തിന്റെ ആക്ഷൻ, ദൈവത്തിന്റെ ഇതിലേക്ക്, നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന എല്ലാവരോടും ആദ്യം പറയുന്നത് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോർഗീവ്നെസ് എന്താണെന്നും അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും, വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിലും അതിന് കോണ്ടാക്ട് ചെയ്യുക, അവിടെ കൊടുക്കുന്ന നമ്പറിൽ. അല്ല, നിങ്ങൾക്ക് അനദറായിട്ട് വേറെ എന്ത് ഹെൽപ്പാണോ വേണ്ടത്, കൗൺസിലിംഗ് ആണോ, അല്ല ലൈഫ് കോച്ചിങ് ആണോ, റേക്കി ഹീലിംഗ് ആണോ, എന്താണോ വേണ്ടത് അതിനായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു ദിവസം ആവട്ടെ.